ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒരുപാട് റിസ്കുകളുണ്ടല്ലോ, അതെങ്ങനെയാണ് രണ്ടാളും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? പാർട്ണർഷിപ്പ് ബിസിനസ്സിനെ പറ്റി ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിനെ ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളിത് ചെയ്യുന്ന 2 ഡോക്ടേഴ്സ് അവരവരുടെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റിസ്കുകൾ വന്നേക്കാം. when there is a conflict of interest, അങ്ങനെ ഒരു കാര്യം നമ്മൾ ലുമിനോറിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഗോൾസ് സെയിം ആണ്. നമ്മുടെ പേഷ്യൻസിന് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗോള്. അതിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന സെൽഫിഷ്നെസ്സോ അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റിന് വ്യത്യാസങ്ങൾ വരുന്നതും ഇല്ല. പിന്നെ റിസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിലൊരു റിസ്ക് ഉണ്ട്. ഇപ്പം ഏത് 2 പേരാണെങ്കിലും ഏത് ഇൻഡിവിജ്വൽ ആണെങ്കിലും, അതിപ്പോൾ ലൈഫ് പാർട്ട്ണർ ആണെങ്കിലും ശരി, ഒരു ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും ശരി, ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ക്യാരക്ടർ ആയിരിക്കും, ഓരോ രീതിയിലായിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അപ്പം നമ്മളത് ഓപ്പോസിറ്റുള്ള ആളെ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ, അക്സെപ്റ്റ് ചെയ്യുക. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യുമ്പോഴേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഞങ്ങൾക്ക് 2 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ ലക്ഷ്യം സെയിം ആണ്. ഞങ്ങൾക്ക് ഒറ്റ കാര്യത്തിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഈ സംഭവം ഞങ്ങളുടെ ഈ ഒരു ലുമിനോർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു സാധനം ഞങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. പിന്നെ പലരും ചിന്തിച്ചേക്കാം ഞങ്ങളുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടോ എന്നുള്ളത്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഞങ്ങളുടെ ഇടയിൽ കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ അത് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ആർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഞങ്ങൾ 2 പേരിലും ആർക്ക് പേഷ്യൻസിന് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ് ഞങ്ങളുടെ ഇടയിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമുക്കത് നമ്മുടെ സ്കില്ലുകളാണ് അപ്സ്കില്ല് ചെയ്യാനും ഏറ്റവും പുതിയ ടെക്നോളജീസ് അതിലേക്ക് കൊണ്ടുവരാനും പേഷ്യൻസിന് ഏറ്റവും നല്ല ഹെൽത്ത് കെയർ കൊടുക്കാനും സാധിക്കുന്നത് അതുകൊണ്ടാണ്.